ഒരിക്കൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഷിംബ. പക്ഷെ അവളെന്താ ചെയ്തെന്ന് വെച്ചാൽ അവളിനെ ഒരു അറബിയുടെ വീട്ടിൽ കിട്ടി. അപ്പോൾ ഒരു പാമ്പ് പിടിച്ചൊരു ചേട്ടൻ ആ വഴിക്ക് നടന്നു വരുമ്പോൾ ഒരു ദിവസം ഷിംബ എന്നല്ല അവളുടെ പേര്, ആദ്യം മൗസ എന്നായിരുന്നു അത്ര. എന്നിട്ട് ഞാൻ അവളിനെ എടുത്ത് വളർത്തിയിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ കുറേ ഉണക്കമീനും സോസേജും ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ച് കൊടുത്തു. പക്ഷെ അവൾക്ക് നന്ദി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നന്ദിയുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, അവൾക്ക് സ്നേഹമില്ല എന്ന് പപ്പോള്. അവളിപ്പോൾ പപ്പയുടെ അടുത്ത് പഴയ പോലെ മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല. അവള് ആദ്യം ഒന്ന് പ്രസവിച്ചുടാ, പ്രസവിച്ചു. അവളുടെ പേരെന്താണെന്നറിയോ? ഷിംബ. ഞങ്ങളിട്ട പേരാണ് ഷിംബ. നിങ്ങൾ മുഖം നോക്ക്, നീ വിഷമായ നിങ്ങൾ നോക്കിനി ഷിംബ. എന്നിട്ട് എൻ്റെ കഥ കേക്ക്. അതവിടെ കളിക്കുന്ന കുരുത്തങ്ങട്ട പിള്ളേരാ. നോക്ക്, നീ എന്നെ നോക്ക്. അവരിട്ട പേരാണ് മൗസ, ഞാനിട്ട പേര് ഷിംബ. പക്ഷെ എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവൾക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ പാലും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പുറത്തേക്ക് പോകും. ഒരു കണ്ടനായിട്ട് ഒരു ദിവസം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു കണ്ടനെ ഞാൻ കയറ്റില്ല. കണ്ടനെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റാൻ സമ്മതിക്കുമോ? പറ്റുമോ? എത്ര നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അടിക്കും ഞാൻ. ഇങ്ങോട്ട് നോക്കടി. നീ ഏതാ അങ്ങോട്ട് നോക്കണേ? ഇങ്ങോട്ടിട്ട് നോക്ക്. അവളുടെ പേരാണ് ഷിംബ. അവളുടെ കുട്ടികളെ 4 എണ്ണം. നോക്ക്, 4 എണ്ണം. നീ എന്താ ഉറങ്ങണേ? കഥ കേട്ടിട്ട് ഉറങ്ങണേ? എടി കഥ കേട്ട് ഉറങ്ങല്ലേ? ഞാൻ വർത്താനം പറയുമ്പോൾ എന്നെ നോക്ക്. നീ ദേഷ്യപ്പെട്ട് കാര്യമില്ല, എന്നെ നോക്കണം. ഞാൻ നിന്റെ അടുത്തല്ല സംസാരിക്കുന്നത്. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വട്ടൊന്നുമില്ല. വട്ടുണ്ടോ? എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. എത്ര പേരെ പറഞ്ഞ നിന്നെ കൊണ്ട് കളയാൻ? ഞാൻ നിന്നെ കൊണ്ട് കളഞ്ഞിട്ടില്ലല്ലോ. ഇത് റീബനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നീ എൻ്റെ കൂടെ കൂടിയിട്ടില്ലല്ലേ? റീബ പോലും പറഞ്ഞിട്ടില്ല കളയാനായിട്ട്. കാരണം നീ നല്ല പൂച്ചയാ, ഈ സുന്ദരി കുട്ടിയാണ്, നല്ല പൂച്ചയാണ് കേട്ടാ. ആണല്ലോ, എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ ഷിംബയ്ക്ക്. ഷിംബ ഒരു കാര്യം 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് മീന് ഇപ്പൊ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയതുകൊണ്ടല്ലേ പപ്പ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ച. കയ്യിൽ കാശില്ലാത്തോടത്തോളം നിനക്ക് വേണ്ടിയിട്ടാണ് പപ്പ ഫ്രിഡ്ജ് മേടിച്ചത്. കടം വാങ്ങിച്ച പൈസ ഫ്രിഡ്ജ് വാങ്ങിച്ചത് നിനക്ക് മീൻ വെക്കാൻ വേണ്ടിയിട്ട്. മീൻ നിനക്ക് വേണ്ടി 2.5 കിലോ മീൻ മേടിച്ചത് ഒക്കെ നശിച്ചു പോയി ആ പഴയ ഫ്രിഡ്ജില്. ഉള്ള കാര്യമാണല്ലോ, നിനക്ക് ഞാൻ തെളിവ് ചെയ്ത് കാണിച്ചതല്ലേ. ഇനിയൊരു ശമ്പളം കിട്ടുന്ന പോലെ എൻ്റെ പൊന്നൂസ് വെയിറ്റ് ചെയ്യും. പറഞ്ഞേക്ക്, ശമ്പളം വേണമെന്നല്ല പപ്പ. ക്ഷമിക്കുമ്പോൾ മേടിച്ചു തരാം. 2 ദിവസം ക്ഷമിക്കും. ശമ്പളം വരും, 1-ാം തീയതി ശമ്പളം വരുമ്പോൾ പപ്പ മേടിച്ചു തരാം. മോൾക്ക് എന്താ വേണ്ടേ? ചിക്കൻ ഫ്രൈ മേടിച്ചു തരാം, മീമി മേടിച്ചു തരാം, എല്ലാം മേടിച്ചു തരാം. ഒന്ന് ചിരിക്കിടി പൊന്നോ. പപ്പോട് ചിരിക്കിടി. നീ മിണ്ടാണ്ട് കഴിഞ്ഞാൽ എന്തോ പോലെയാ. നീ ആ ബലം വിട്, ദേഷ്യം വിട്. പപ്പോട് പൊന്നൂഷിനെ സുന്ദരി നോക്കി. പൊന്നൂഷി സിംബ, പപ്പയുടെ സിംബ കുട്ടിയാണോ? ഒളിച്ചേ കണ്ടേ? കളിച്ചാലാ? ഒളിച്ചേ കണ്ടേ? ഇപ്പോഴും ദേഷ്യം പോയിട്ടില്ല. എന്തത്ര ദേഷ്യം? നമുക്ക് നാട്ടിലേക്ക് പോവാ, വെക്കേഷന് പോവാ. ഇപ്പൊ നിനക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് നാട്ടില്. ഷിംബയ്ക്കാണ് ഫാൻസ് കൂടുതൽ. ഷിംബനെ കാണാൻ വേണ്ടി ഓരോരുത്തർ കാത്തിരിക്കുക. എന്ത് പിള്ളേരാണിത്? എന്ത് പിള്ളേരത്? അപ്പൊ പപ്പടം മിണ്ടോ? എന്നാ കയ്യിൽ വെക്ക്. ഈ കയ്യിൽ വെച്ചാ മിണ്ടി, തല വെച്ച് കഴിഞ്ഞാ മിണ്ടി. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, കോംപ്രമൈസ്. തല വെച്ചാ മിണ്ടി. എടുത്തെത്തി. മിണ്ടുന്നില്ല. അപ്പൊ പിണക്കാണ് അല്ലേ? മിണ്ടുന്നില്ല. പിണക്കം തന്നെ. എന്റെ പൊന്നൂസ് പറയുന്നേക്ക്. പപ്പോട് പറയുന്നേക്കടാ. ഇവിടെ തല വെക്കടാ. പപ്പയുടെ കൈ ഇവിടെ വെക്കി. നീ അവിടെ കൈ വെക്കല്ലേ? വെക്കിടി. പിണക്കല്ലേ? ഇത്രയും നേരം കഥ പറഞ്ഞില്ല. വിശ്വസിക്ക്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മേടിച്ചു തരാം. ഷിംബ വെക്ക്. ഇല്ല, സീരിയസ്ലി ഞാൻ മേടിച്ചു തരാടി. ഇതിന് കാറ്റ് ഫുഡ് മേടിച്ചു തരാം, ഉണക്കമീൻ മേടിച്ചു തരാം, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, എന്ത് വേണ്ടേ എല്ലാം മേടിച്ചു തരാം. റീബാണ് നിന്റെ പിള്ളേരാണ് സത്യം. ഞാൻ മേടിച്ചു തരാം. ക്ഷമിക്ക് പപ്പോള്, ക്ഷമിക്ക്. നീ നിനക്ക് മനസ്സലിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ വെക്ക്. വെച്ചോ, ഇവിടെ കിടക്ക്.
ഒന്ന് കിടക്കടി, കിടക്കടി കിടക്ക, അങ്ങനെ തന്നെ ക്ഷമിക്കുക കേട്ടാ. കൂൾ ഡൗൺ. ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയത് എൻ്റെ തെറ്റാ, ക്ഷമിക്കട്ടാ. എനിക്ക് നിന്നോടല്ല ഇഷ്ടം. വാലാട്ടുന്നുണ്ട്, വാലാട്ടുന്നുണ്ട്. ധാരത് നോക്കിയേ ചിമ്പപ്പൂച്ചേ, ദേ ജിഞ്ചർ പാണ്ടൻ, നിന്റെ മോൻ ജിഞ്ചർ. മലയാളത്തിൽ ഇഞ്ചി എന്ന് വിളിക്കുവാനെ, ഇഞ്ചി മോൻ. ഇഞ്ചി മോനെ നേക്കണ്ട് കേട്ടോ, നേക്കെടുത്ത് കളയാറായി. എന്തെല്ലാം ആവട്ടെ. അടുത്ത ആളാര് വന്നേ? ബാ 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 ബാ, അടുത്ത ആള് വാ. റിബോനുണ്ട് തടി, നോക്കിയടി ചിമ്പ കൊച്ച്. കുട്ടൂസിനടുത്തെ റോസി ബാ, കുഴപ്പമില്ല വേണ്ട. മോളെ ക്ഷമിക്കട്ടെ പപ്പോട്. അപ്പൊ എല്ലാവർക്കും ഒരു താറ്റ പറഞ്ഞേ, താറ്റ പറഞ്ഞേ.